റൂട്ട് 270/30 ഡിവൈഡഡ് ബൈ 81/15 വില എന്ത്? അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റൂട്ട് 270/30 ഡിവൈഡഡ് ബൈ 81/15 വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായിട്ട് ഈക്വൽ ടു റൂട്ട് 270/30 ഡിവൈഡഡ് ബൈ 81/15 നമുക്ക് എങ്ങനെ മാറ്റാം? 81 എന്ന് പറയുന്നത് 9ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 9ൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 15 എഴുതി കൂടെ എഴുതാം. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈക്വൽ ടു റൂട്ട് 270/30 ഡിവൈഡഡ് ബൈ 9ൻ്റെ സ്ക്വയർ റൈസ് ടു 15. ഇവിടെ നമ്മൾ കൃത്യങ്ക നിയമങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 9ൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 15 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 9 റൈസ് ടു 2 ഗുണം 15 ഈക്വൽ ടു 9 റൈസ് ടു 30 എന്നാവില്ലേ? 9 റൈസ് ടു 30. അപ്പോൾ ഇവിടെ 270 റൈസ് ടു 30 ഡിവൈഡഡ് ബൈ 9 റൈസ് ടു 30 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ നോക്കിയേ, ഇവിടത്തെയും പവർ സെയിം ആണ്, ഇവിടത്തെയും പവർ സെയിം ആണ്, രണ്ട് പവർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 270 ഡിവൈഡഡ് ബൈ 9 ദ ഹോൾ റൈസ് ടു 30 എഴുതി കൂടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഈക്വൽ ടു 270 ഡിവൈഡഡ് ബൈ 9 നമുക്ക് വെട്ടിക്കൂടെടാ. 3 9 27. ബാക്കി എത്രയുള്ള സ്ക്വയർ റൂട്ട് ഓഫ് 30, ഒരു പവറിൽ ഒരു 30 റൈസ് ടു 30 ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 30 റൈസ് ടു 30. എടാ, ഒരു സംഖ്യയ്ക്ക് റൂട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ സംഖ്യയുടെ പവറിൽ 1/2 എഴുതുന്നില്ലേ? അപ്പോൾ ഇതെങ്ങനെ മാറും? 30 റൈസ് ടു 30 ദ ഹോൾ റൈസ് ടു 1/2. എടാ, അതായത് റൂട്ട് എക്സ് എന്ന് എഴുതുന്നത് എന്തിന് ഈക്വലാണ്? എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതുന്നതിന് ഈക്വലാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ റൂട്ട് 30 റൈസ് ടു 30 ദ ഹോൾ റൈസ് ടു 1/2 എന്നായത്. ഈക്വൽ ടു, എടാ ഇവിടെ നോക്കിയേ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, ആ ഫോമിലോട്ടല്ലേ ഇവിടെ നിന്ന് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30 റൈസ് ടു 30 ദ ഹോൾ റൈസ് ടു 1/2 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 30 റൈസ് ടു 30 ഗുണം 1/2 എന്ന് എഴുതി കൂടെ എഴുതാം. ഈ 2 30 വെട്ടിക്കൂടെ 15. ബാക്കി എത്രയുള്ളത്? 30 റൈസ് ടു 15 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി.